ജില്ലയിലെ നഗരസഭാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു. പി വിശ്വനാഥനെ കൽപ്പറ്റ നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുത്തു. ബത്തേരി നഗരസഭയെ റസീന അബ്ദുൽ ഖാദർ നയിക്കും. കൽപ്പറ്റ മുനിസിപ്പാലിറ്റി LDFിൻ്റെ ഭരണ നേട്ടത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോഴും ഉള്ളത്. കൽപ്പറ്റയിൽ മാത്രമല്ല, കൽപ്പറ്റ ഈ കേരളത്തിലുടനീളം വലിയൊരു വികസന നേട്ടത്തിലേക്ക് പോയപ്പോഴും കൽപ്പറ്റ മുനിസിപ്പാലിറ്റി വളരെ സൂക്ഷിച്ചു പോയ ഒരു അവസ്ഥയാണ് നിലവിലുണ്ടായിട്ടുള്ളത്. അതിനെ മാറ്റിയെടുക്കാനുള്ള എല്ലാ നിലപാടും സ്വീകരിക്കും. പ്രായമായ ആളുകൾക്ക്, വയോജനങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ അടിസ്ഥാന വിഷയങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്. കാരണം കേരള സർക്കാർ വയോജനങ്ങൾക്ക് 60 വയസ്സിന് പ്രായമുള്ള ആളുകൾക്ക് പെൻഷൻ അടക്കം വീട്ടിലെത്തിച്ച് കൊടുക്കുമ്പോൾ ഇത്തവണ തന്നെ വനിതകൾക്ക് 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള വനിതകൾക്ക് 1000 രൂപ വീതം വീട്ടിലെത്തിച്ച് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. അപ്പോൾ അതെല്ലാം മുൻകണ്ടുകൊണ്ട് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്ത് ഒട്ടനവധി കാര്യങ്ങൾ നിലവിൽ ചെയ്യാനുണ്ട്. ഭൂരഹിത ഭവനരഹിതർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ആരംഭിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും വീട് കൊടുക്കേണ്ടതുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ഒരുപാട് ലിങ്ക് റോഡുകളടക്കം നമുക്ക് നന്നാക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ ഡ്രൈനേജ്, അതുപോലെ തന്നെ മഴവെള്ളക്കെടുതി, അതിനെ ഞങ്ങൾ ജനകീയമായി തന്നെ ഇടപെടും. എല്ലാ ജനങ്ങളെയും, വാർഡിനകത്തുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മഴക്കാലക്കെടുതിയിലേക്ക് ഞങ്ങൾ അതിനെ സജ്ജീകരിക്കും. കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഈ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്ത് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി അടക്കം ഇടപെടും. അതുപോലെ തന്നെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലുള്ള ജനങ്ങൾക്ക്, പാവപ്പെട്ട ആളുകൾക്കാണെങ്കിൽ കർഷകരും കർഷക തൊഴിലാളികളാണ് കൂടുതൽ, പിന്നെ വ്യാപാരികളും, പിന്നെ അതുപോലെ തന്നെ ST വിഭാഗം അടക്കമുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്ത് പ്രധാനപ്പെട്ട ഒരു ടൗൺ ഹാൾ ഇല്ല എന്നുള്ളതാണ്. അതടക്കം നവീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ കൗൺസിൽ ആരംഭിക്കുമെന്നാണ് പറയാനുള്ളത്.